കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്ന യൂട്യൂബ് ചാനൽ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തിമോത്തി 2:15 വചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ ഇസ്രായേൽ സഭയെ പറ്റിയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ്. കൃപായോഗ വിശ്വാസിയും ക്രിസ്തുവായിട്ടുള്ള ആ ബന്ധം എന്തായിരുന്നു നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഓരോ വിശ്വാസിയിലും വസിക്കുന്നു. ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ വസിക്കുന്നു. ക്രിസ്തു തല, കൃപായുഗ വിശ്വാസികളുടെ കൂട്ടായ്മ സഭ ശരീരമായി. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. ഇസ്രായേൽ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് 1ാമത്തെ ക്ലാസ്സായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഇന്ന് എത്താൻ സാധിക്കുകയില്ല. വിശുദ്ധ ബൈബിളിൽ ഇസ്രായേൽ സഭ എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 12:6. പുറപ്പാട് പുസ്തകം 12:3 മുതൽ 6 വരെ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആടുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത് അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തർ തിന്നുന്നതിനെ ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഇങ്ങനെയാണ് ഇസ്രായേൽ സഭയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയതിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അധ്യായത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ തന്നെ 16-ാം വചനത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് ഔദ്യോഗികമായി ഇസ്രായേൽ വിശുദ്ധ സഭായോഗം ആരംഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-16 ആദ്യമായി ഔദ്യോഗികമായി ഇസ്രായേൽ വിശുദ്ധ സഭായോഗം ആരംഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 12:16 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അങ്ങനെ ആദ്യമായിട്ട് സഭായോഗം കൂടിയതായിട്ട് വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകം 12:16 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി 32:28 യാക്കോബ് ദൈവത്തോടും മനുഷ്യരോടും മല്ലടിച്ച് ജയിച്ചതായതുകൊണ്ട് ഇസ്രായേൽ എന്ന പേര് അവനുണ്ടായത്. ദൈവത്തോട് മല്ലടിച്ച് ജയിച്ചവൻ എന്നാണ് ഇസ്രായേലിൻ്റെ അർത്ഥം. ദൈവത്തോട് മല്ലടിച്ചു, സഹോദരനായ യേശാവിനോട് മല്ലടിച്ചു. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ഭാര്യമാരായ ലേയയുടെയും രാഹേലിൻ്റെയും അപ്പനായ യാക്കോബിൻ്റെ തന്നെ അമ്മാവനായ ലാബാനോടും പോരാടി ജയിച്ചതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. അങ്ങനെ യാക്കോബ് മുഖാന്തരമാണ് ഇസ്രായേൽ എന്ന പേര് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ സഭയെ സംഖ്യാപുസ്തകം 16:3-9 വചനങ്ങളിലും 20:4-ലും 27:17-ലും ആവർത്തന പുസ്തകം 23:1-3 വചനങ്ങളിലും 1 ദിനവൃത്താന്തം 28:8-ലും യഹോവയുടെ സഭ എന്ന് വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇസ്രായേൽ സഭയെ യഹോവയുടെ സഭയായിട്ട് വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമുക്ക് സംഖ്യാപുസ്തകം 27-ാം അധ്യായം 16-17 വചനം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ സഭ ഇടയനില്ലാതെ ആടുകളെ പോലെ ആകാതിരിപ്പാനും തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും
സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. മോശ യഹോവയോട് തനിക്ക് ശേഷം ഇസ്രയേലിനെ നയിക്കുവാൻ ഒരാളെ നിയമിക്കുവാൻ യഹോവയോട് ആവശ്യപ്പെടുകയാണ്. യഹോവ എന്നിട്ട് പറയുകയാണ്, യോശുവയെ തിരഞ്ഞെടുക്കുവാൻ മോശയോട് കൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് ആ സന്ദർഭം. അതാണ് ആ സന്ദർഭം. യഹോവയുടെ സഭയാണ് ഇസ്രായേൽ സഭ. ഇസ്രായേൽ സഭയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി യഹോവയെപ്പറ്റി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് 3 യഹോവയെ പരിചയപ്പെടുവാൻ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുകയാണ്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുകയാണ്. പിതാവായ ദൈവം, പിതാവായ യഹോവ, പുത്രനായ ദൈവം, പുത്രനായ യഹോവ, പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധാത്മാവായ യഹോവ. നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് പിതാവായ യഹോവയെ പറ്റി വിശുദ്ധ ബൈബിൾ എന്ത് നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതായത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവചനം തന്നെ നമുക്കൊന്ന് കേൾക്കാം. പിതാവിനെ കുറിച്ചുള്ള യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കൊന്ന് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1:18 കർത്താവ് പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ ആരും കണ്ടിട്ടില്ല. പിതാവിനെ പ്രസിദ്ധമാക്കിയത്, വെളിപ്പെടുത്തിയത് പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് യഹോവയായ യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6:46 പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. വേറെ മനുഷ്യരാരും പിതാവായ ദൈവത്തെ, യഹോവയെ കണ്ടിട്ടില്ല. യേശുക്രിസ്തു മാത്രമേ പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ളൂ എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. 1 യോഹന്നാൻ 4:12 അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനമാണല്ലോ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 1 തീമോത്തിയോസ് അതിൻ്റെ 6:15-16 വചനം നമുക്കിന്ന് വായിക്കാം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം, അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. ഇവിടെ പിതാവായ യഹോവ രാജാതി രാജാവാണെന്നും കർത്താതി കർത്താവാണെന്നും ഒരിക്കലും മരിക്കാത്തവനും മനുഷ്യർക്ക് ആർക്കും അടുത്തു വരുവാൻ പറ്റാത്ത രീതിയിൽ പ്രകാശത്തിൽ വസിക്കുന്നവനുമാണെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. മനുഷ്യനാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായി പിതാവായ ദൈവം. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പുത്രനായ യേശു ക്രിസ്തു അല്ലാതെ. സങ്കീർത്തനം 47 അതിന് 2-ാം വചനം, 7-8 വചനം. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സങ്കീർത്തനം 95:3 യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഇങ്ങനെ പല വചനങ്ങളിലും ഇരിമ്യാ 10:10 നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33:20 മനുഷ്യൻ എന്നെ കണ്ട് ജീവിച്ചിരിക്കില്ല എന്ന് യഹോവ മോശയോട് പറയുകയാണ്. മനുഷ്യൻ എന്നെ കണ്ട് ജീവിച്ചിരിക്കില്ല എന്ന് യഹോവ മോശയോട് പറയുന്നു. എന്നാൽ പുറപ്പാട് 33:11 നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ വൈരുദ്ധ്യമൊന്നുമില്ല, സത്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വെളിപ്പെടുത്തൽ?
നമ്മൾ ഈ അധ്യായത്തിൻ്റെ 9 വാക്യം മുതൽ 23 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ മേഘസ്തംഭത്തിൽ പ്രത്യക്ഷപ്പെട്ട, അതായത് ദൈവത്തെയാണ്, യഹോവയാണ് ആര് കാണുന്നത്? മോശ കാണുന്നത്. അതായത് പ്രകാശമായി, തേജസ്സായി, മഹത്വമായി പ്രത്യക്ഷപ്പെട്ട യഹോവയെ മോശ മുഖാമുഖമായി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ മേഘസ്തംഭവും പ്രകാശസ്തംഭവും അഗ്നിജ്വാലയിലും കടന്നു വരുന്ന പിതാവായ യഹോവയെ കാണാതെ, നേരിട്ട് കാണാതെ, മേഘസ്തംഭത്തിനും പ്രകാശസ്തംഭത്തിനും അഗ്നിജ്വാലയ്ക്ക് മുമ്പിൽ മുഖാമുഖം നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മോശയ്ക്കും കാണാൻ സാധിക്കുകയില്ല. മോശ എന്താണ് കണ്ടത്? മേഘസ്തംഭത്തിൽ ഇറങ്ങി വരുന്ന യഹോവയെ, അഗ്നിജ്വാലയിൽ കാണുന്ന യഹോവയെ. അവിടെ മുഖാമുഖം മോശ കാണുമ്പോൾ പിതാവായ യഹോവയുടെ മുഖം ദർശിക്കാൻ പറ്റുന്നില്ല. ഒരു മേഘസ്തംഭമായി മുന്നിൽ നിൽക്കുന്നു, ഒരു പ്രകാശസ്തംഭമായി മുന്നിൽ നിൽക്കുന്നു, ഒരു അഗ്നിജ്വാലയുടെ രീതിയിൽ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് മോശ കാണുന്നത്. യഥാർത്ഥ യഹോവയുടെ മുഖം മോശയ്ക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് മനസ്സിലായത്. അതായത് ഇതൊക്കെ ആവർത്തന പുസ്തകം 4:12 യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. ആവർത്തനം 5:4 യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. സംഖ്യാപുസ്തകം 12:1-8 ഒക്കെ മേഘസ്തംഭത്തിലെ യഹോവയെ കണ്ടതായിട്ട് അവിടെയൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിതാവായ യഹോവയെ വീണ്ടും വീണ്ടും പറയുകയാണ്. പിതാവായ യഹോവയെ പുത്രനായ യഹോവ അല്ലാതെ ആരും കണ്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1, 2 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത് സ്വർഗവും ഭൂമിയാണെന്ന് ഇംഗ്ലീഷ് പരിഭാഷയിൽ നമുക്കത് കാണാൻ സാധിക്കുകയാണ്. ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻ ആൻഡ് ദി എർത്ത്. ദൈവം ആദിയിൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ സർവത്തിൻ്റെ സൃഷ്ടിപ്പ് നടന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്തോസ് 8:6 പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനാകുന്നു. നാം അവനായി ജീവിക്കണം. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാം ആകുന്നു. അപ്പോൾ സകലവും സൃഷ്ടിച്ചത് ഈ വചനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിതാവായ യഹോവയും പുത്രനായ യഹോവയും ചേർന്നാണെന്ന് നമുക്ക് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതൻ. അതായത് സൃഷ്ടികർമ്മത്തിനും മറ്റെല്ലാ ദൈവിക പദ്ധതികൾക്കും കാരണഭൂതനായിട്ടുള്ളത് പിതാവായ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുക. ബാക്കി സൃഷ്ടിപ്പിൻ്റെ പൂർത്തീകരണം മുഴുവൻ പിതാവായ യഹോവ പുത്രനായ യഹോവയും പരിശുദ്ധാത്മാവായ യഹോവയും മുഖാന്തരം നടത്തിയതായിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കുവാൻ സാധിക്കുകയാണ്. എഫേസ്യ ലേഖനം 3:9 യേശുക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിച്ച ദൈവം
ഇവിടെ രണ്ടുപേരെയും കാണുകയാണ്. യേശു ക്രിസ്തുവിനെ കാണുന്നു, ദൈവത്തെയും കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിച്ചതെന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മലാക്കി പുസ്തകം അതിൻ്റെ 2:10 നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്, ഒരു ദൈവമല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നെഹമ്യാവിൻ്റെ പുസ്തകം 9:6 നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗത്തെയും അവയുടെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കി. പിതാവായ ദൈവമാണ് സകലത്തെയും ഉണ്ടാക്കി നിർമ്മിച്ചതെന്ന് പ്രതിപാദിക്കുകയാണ്. യെശയ്യാ 64:8 എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. എല്ലാത്തിൻ്റെയും സൃഷ്ടി പിതാവായ ദൈവം, പിതാവായ യഹോവയാണെന്ന് വചനമാണ് നമ്മൾ വായിച്ചത്. ഈ വചനങ്ങളിലൂടെ എല്ലാത്തിൻ്റെയും ഉറവിടം, കാരണക്കാരൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാരണഭൂതൻ, അത് നിയന്ത്രിക്കുന്നവൻ, അത് എല്ലാറ്റിൻ്റെയും സൂത്രധാരകൻ, പരമാധികാരി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും പിതാവായ ദൈവത്തെ. അത് പിതാവായ യഹോവ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് പുത്രനായ യഹോവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാമല്ലോ. കൊലോസ്യ ലേഖനം ഒരു പ്രധാനപ്പെട്ട വചനമാണ്. കൊലോസ്യ ലേഖനം 1:15-17 ഇതൊക്കെ അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയത്, ന്യായപ്രമാണം മുഴുവൻ, അതിലെ വ്യവസ്ഥകളെല്ലാം ഗമാലിയൻ്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആളാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് നമുക്ക് അറിയാമല്ലോ. ആ പൗലോസിന് ഇതെല്ലാം 39 പുസ്തകങ്ങളിലെയും എല്ലാ കാര്യങ്ങളും അറിയാം. ആ അറിവോടുകൂടിയാണ് കൊലോസ്യ ലേഖനത്തിൽ 1:15-17 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങൾ ആകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഈ വചനം നമുക്കിന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അവൻ യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും ആരും കാണപ്പെടാത്ത പിതാവായ യഹോവയുടെ പ്രതിരൂപമായിട്ടുള്ള യേശുക്രിസ്തുവിനെ ഇവിടെ വർണ്ണിക്കുകയാണ്. ഈ യേശുക്രിസ്തു അല്ലെങ്കിൽ ഈ യഹോവ, യേശുവാന്ന യഹോവ സർവസൃഷ്ടിക്കും ആദിജാതനാകുന്നു. ഈ ആദിജാതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി എന്നല്ല അർത്ഥമായിട്ട് നമ്മൾ കാണേണ്ടത്. സകലത്തിനും ഉന്നതനാക്കിയിരിക്കുന്നു യഹോവയായ ദൈവം പുത്രനായ യഹോവയെ. പരമോന്നത സ്ഥാനം വഹിക്കുന്നവനാക്കി പുത്രനായ യഹോവയെ പിതാവായ യഹോവ ആക്കിയിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യഹോവയായ യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവൻ മുഖാന്തരവും യേശു മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരം മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. എല്ലാത്തിനും മുമ്പേ, അനാദികാലം മുമ്പേ ഉള്ളവൻ. അനാദിയിലേ ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ്.
എന്നാൽ കർത്താവ് പറഞ്ഞ വചനം നമുക്ക് നോക്കാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെ നമുക്കൊന്ന് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആദിയിൽ വചനമായി യഹോവ ഉണ്ടായിരുന്നു, യേശു ഉണ്ടായിരുന്നു. ആ യഹോവയായ യേശു വചനം പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു, പിതാവായ യഹോവയുടെ കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു, യഹോവയായ യേശു ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. വീണ്ടും പറയാണ്, പിതാവായ ദൈവത്തോടു കൂടി ആയിരുന്നു അവൻ ആദിയിൽ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, സകലവും അവൻ മുഖാന്തരം ഉളവായി. യേശുവാകുന്ന യഹോവ മുഖാന്തരം ആദിയിൽ സർവ്വതും സൃഷ്ടിച്ചു. ആര്? പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം, നിർദ്ദേശപ്രകാരം, ആ പരമാധികാര പരിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഉളവായതൊന്നും ആകാശത്തിലോ സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ളത് ഒന്നും അവനെ കൂടാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പം സൃഷ്ടാവായിട്ട് നമ്മൾ പിതാവായ ദൈവത്തെ കാണുന്നു, പുത്രനായ ദൈവത്തെ കാണുന്നു. പിതാവായ യഹോവയെ കാണുന്നു, പുത്രനായ യഹോവയെ കാണുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനവും അതിൻ്റെ 10-ാമത്തെ വചനവും നമുക്കൊന്ന് വായിക്കാമല്ലോ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. 10-ാം വചനം. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തികൾ ആകുന്നു. അതായത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് യേശുക്രിസ്തുവാകുമെന്ന് എബ്രായ ലേഖനം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ വചനം തന്നെ സങ്കീർത്തനം 102:25 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അപ്പം ആകാശത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ യേശുവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. മിക്ക പ്രവചനം 5:2 നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. അതായത് യേശു മുഖാന്തരമാണ് സകലത്തിൻ്റെയും സൃഷ്ടിപ്പ് നടന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 11 വരെ നമുക്കൊന്ന് വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങിയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ആദിയിൽ അനാദിയിൽ പിതാവായ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു ഈ പുത്രനായ യഹോവയെ എന്നിവിടെ വെളിപ്പെടുത്തിയ.
അവയെ കർത്താവെന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഹോവ, പുത്രനായ ദൈവത്തെ യഹോവയെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇതുപോലെ എഫേസ്യ ലേഖനം 1:20-22 വചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപാട് പുസ്തകം 19:16 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകതമായിട്ട് നമ്മൾ കാണേണ്ടത് 1 കൊരിന്തോസ് 15 അധ്യായം അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. അത് നമുക്കൊന്ന് വായിക്കാം. അന്നേ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ടും മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെ കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവൻ സകലവും കീഴ്പ്പെട്ടു വന്നതിന് ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ എല്ലാ അധികാരവും ആധിപത്യവും യേശുവിന് കൊടുത്തുവെങ്കിലും പിതാവിൻ്റെ മേലിലേക്ക് പോകാനുള്ള യോഗ്യതയില്ല. പിതാവിന് കീഴ്പ്പെട്ട് ആയിരിക്കണമെന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പിതാവ് ഒഴിച്ച് ബാക്കി സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ആധിപത്യവും എല്ലാ വാഴ്ചകൾക്കും ഉന്നതനായിട്ട് യേശുക്രിസ്തുവിനെ പിതാവ് നിയമിക്കുക. ഇതാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ സകല ഭരണത്തിനും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും, അതെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തിൻ്റെയും മേൽ അധികാരം ലഭിച്ചിരിക്കുന്നു. രാജാവായി നമുക്ക് കാണുവാണ്. യേശു രാജാവും കർത്താവുമാണ് എന്ന് മത്തായി 2:2, യോഹന്നാൻ 18:37, വെളിപാട് പുസ്തകം അതിൻ്റെ 1:5, 11:15 ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ 1 കൊരിന്തോസ് 15:24-28 പ്രകാരം പിതാവായ ദൈവത്തിന് യഹോവയ്ക്ക് കീഴ്പ്പെട്ടായിരിക്കുമെന്നും പിതാവായ ദൈവത്തിന് യഹോവയ്ക്ക് യേശു കീഴ്പ്പെട്ടായിരിക്കുമെന്നും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാ അധികാരവും ആധിപത്യവും യേശുവിന് കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിലും പിതാവിന് കീഴ്പ്പെട്ടാണ് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുകയാണ്. പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം, പിതാവായ യഹോവയും പുത്രനായ യഹോവയും തമ്മിലുള്ള ആ ബന്ധം നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം നമുക്ക് വരികയാണ്. പിതാവായ ദൈവത്തെ യഹോവയെ മനുഷ്യർ ആരും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വായും പിശാചും കൂടെയുള്ള ആ കൂട്ടായ്മയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? ഏത് യഹോവയാണ്? ഉൽപ്പത്തി 18 അബ്രാഹത്തിനോടും സാറായോടും സംസാരിച്ചതും കണ്ടതും ഭക്ഷണം കഴിച്ചതും ഒരാണ്ട് കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ നൽകാമെന്ന് പറഞ്ഞ് ഇസ്ഹാക്കിനെ ലഭിച്ചതും അങ്ങനെ വാഗ്ദത്തം ലഭിച്ചതുമായൊക്കെ ആ സന്ദർഭം ഉൽപ്പത്തി 19:24 യഹോവ സോദോമിൻ്റെ മേലും ഗോമോറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചവനും എന്നെഴുതി വച്ചിരിക്കുകയാണ്. അപ്പം ഭൂമിയിലെ യഹോവ, സ്വർഗത്തിലെ യഹോവയുടെ സന്നിധി. ഇവിടെ സ്പഷ്ടമാണ് 2 യഹോവ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഉൽപ്പത്തി 16:7-13 വരെ നമ്മൾ വായിക്കുമ്പോൾ ഹാഗാർ കണ്ടത് അത് ഒരു യഹോവയുടെ ദൂതനാണെന്ന് പറയുന്നു, സംസാരിച്ചത്. അപ്പോൾ ഹാഗാറിന്റെ സാക്ഷ്യം ഈ ദൈവം തന്നെ
എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ്. ഉൽപ്പത്തി 26:2 24 ഇസാക്കിനോട് സംസാരിച്ച യഹോവയെ നമുക്കിവിടെ കാണുന്നു. ഉൽപ്പത്തി 32 24 മുതൽ 32 വരെ യാക്കോബിനോട് ഇടപെട്ടതും ഇസ്രായേൽ എന്ന പേര് വിളിച്ചത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ആയ യഹോവയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പിതാക്കന്മാർ, പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തോടും എപ്പോഴും ഇടപെടുന്ന ഒരു കർത്താവായ യഹോവയെ ആരാണ്? ഈ യഹോവയാണ് നമ്മൾ 2ഉം 3ഉം എപ്പിസോഡിൽ മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ ഭർത്താവായ യഹോവ. യഹോവയുടെ ഭാര്യ ഇസ്രായേലും ഇസ്രായേലിൻ്റെ ഭർത്താവ് യഹോവയും നമ്മൾ പഠിച്ചതാണ്, വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ആ ഭർത്താവായ യഹോവയാണ്, ഈ യഹോവയാണ് മനുഷ്യനായി ജനിച്ച യേശു ക്രിസ്തു. പ്രവചനങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്, വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവായ യഹോവയെ ഒന്ന് പരിചയപ്പെടാം. ഉൽപ്പത്തി 1:2 ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രവർത്തനത്തിനും സൃഷ്ടിയെ ക്രമീകരിക്കുന്നതിനുമുള്ള ദൈവിക സാന്നിധ്യമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ഇവിടെ കാണുവാൻ സാധിക്കുക. സങ്കീർത്തനം 104:30 നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടും. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ആര്? പിതാവ്. ശ്വാസം ആര്? പരിശുദ്ധാത്മാവ്. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്കാളിത്തം അവിടെ കാണുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 33:4 ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. എത്ര സ്പഷ്ടതയിലാണ്! ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. സർവശക്തനായ പിതാവായ ദൈവം, ശ്വാസവാരാണ് പരിശുദ്ധാത്മാവായ ദൈവം. ആ ദൈവം ആർക്ക് ജീവനെ നൽകിയെന്നാണ് പറഞ്ഞത്? ഇയ്യോബിന് ജീവനെ നൽകിയെന്ന് പറയുന്നു. മനുഷ്യകുലത്തിന് മുഴുവൻ ജീവൻ നൽകിയത് പരിശുദ്ധാത്മാവായ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 10 വരെ നമുക്കൊന്ന് വായിക്കാം. ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാബുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖംമൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉപരിപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാബുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടിപ്പിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അല്ലച്ചത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവികൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. കർത്താവ് എത്രത്തോളം! ഇവിടെ സറാബുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 3 വട്ടം വെക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും
പരിശുദ്ധാത്മാവായ ദൈവത്തിനും പിതാവായ യഹോവയ്ക്കും പുത്രനായ യഹോവയ്ക്കും പരിശുദ്ധാത്മാവായ യഹോവയ്ക്കുമാണ് സറാബുകൾ ദൂതന്മാർ എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ 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 എന്ന് 3 വട്ടം ഉദ്ഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. ഇവിടെ കർത്താവ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. യഹോവ കർത്താവ്. ഇതിൻ്റെ അപ്പസ്തലനായ പൗലോസ് അപ്പസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൽ ഈ കർത്താവ് ആരാണെന്ന് സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പസ്തല പ്രവർത്തനം 28-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 27 വരെ നമുക്കൊന്ന് വായിക്കാം. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്ന് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. അപ്പോൾ യെശയ്യായോട് പറഞ്ഞ കർത്താവ് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവായ യഹോവയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഇതേ വചനം തന്നെ, ഇതേപോലെ സാദൃശ്യമുള്ള വചനം തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അത് 31, 33, 34 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്തതാണ്. അത് എബ്രായ ലേഖനത്തിലെ 10-ാം അധ്യായത്തിലെ 15 മുതൽ 17 വരെ ഉള്ള വചനത്തിലും ഇതുപോലെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ, അതായത് യഹോവയുടെ സംസാരം പ്രവൃത്തിയുടെ പുസ്തകം 8-29 നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. 8-29 ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധാത്മാവായ യഹോവ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന 10-ാം അധ്യായം അതിൻ്റെ 19-20 വചനത്തിലെ പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവായ ദൈവം പത്രോസിനോട് സംസാരിക്കുകയാണ്. 13-2 അവർ കർത്താവിനെ ആരാധിച്ചും ഉപബോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. 16-6 പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 16-ാം അധ്യായം അതിൻ്റെ 6-7 വചനം. അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിച്ച് മൂശിയയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കാതെ ആ ശുശ്രൂഷയ്ക്ക് പോകാതെ വിടാതെ തടസ്സം നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ്. 21-11 നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അവിടെയും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നു.
ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം 1:26. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കുക. ബഹുവചനമാണ്, ത്രിത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവായ യഹോവയും പുത്രനായ യഹോവയും പരിശുദ്ധാത്മാവായ യഹോവയും ചേർന്നാണ് മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന് ആലോചന ഇടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 3:16-17 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശു ഗലീലാക്കടലിൽ സ്നാനക്കടവിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് വരുന്നു. സ്വർഗത്തിലെ സ്വരം, പിതാവായ യഹോവയുടെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ത്രിത്വത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 28:19 നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 3 പേരുടെയും പേരിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ എന്ന് വേണം സ്നാനം കഴിപ്പിക്കാനെന്ന് ഇസ്രായേലിനോടുള്ള ആ ബന്ധത്തിൽ പറയുക. 2 കൊരിന്ത്യർ 13:14 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആരുടെയൊക്കെ? പിതാവായ യഹോവയുടെ, പുത്രനായ യഹോവയുടെ, പരിശുദ്ധാത്മാവായ യഹോവയുടെ കൃപയും സ്നേഹവും കൂട്ടായ്മയും പങ്കാളിത്തം 3 പേർക്കുമുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം വായിക്കാം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അവസാനം ആരുടെയൊക്കെയാ? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി. ഈ നദിയെ നമ്മൾ ആരംഭത്തിൽ കണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്. പരിസമാപ്തിയിലും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമ്മളെന്താ പഠിച്ചത്? പിതാവായ യഹോവയും പുത്രനായ യഹോവയും പരിശുദ്ധാത്മാവായ യഹോവയും ചേർന്നാണ് സൃഷ്ടിപ്പ് കർമ്മം, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് കർമ്മം നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കി. പിതാവായ ദൈവം, പിതാവായ യഹോവ ആർക്കും വെളിപ്പെട്ടിട്ടില്ല, അദൃശ്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരും പിതാവായ ദൈവത്തെ കണ്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പുത്രനായ യഹോവയെ ഏദൻ തോട്ടം മുതൽ ഇങ്ങോട്ട് 39 പുസ്തകം വരെ, പഴയ നിയമം 39 പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അവിടെയെല്ലാം പിതാക്കന്മാരോടും പ്രവാചകന്മാരോടും രാജാക്കന്മാരോടും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തോടും എല്ലാം നേരിട്ട് ഇടപെട്ടതും സംസാരിച്ചതും എല്ലാം പുത്രനായ യഹോവയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മവും സൃഷ്ടിയിലുള്ള പങ്കാളിത്തവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃപയുടെ സുവിശേഷത്തിലും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹിമ ബൈബിൾ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും
പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോട് എല്ലാവരോടും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.